എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോകാം. യെസ്, ഈ കിഴിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ വോട്ട് ചെയ്യാൻ പോകാൻ. അങ്ങനെ കത്തി നിൽക്കുകയാണ്. ഞങ്ങൾ തകർക്കുന്നു. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മളെ കുറച്ച് കാലം മുമ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം. അപ്പോൾ അത് നമുക്ക് വീണ്ടും തുടങ്ങാം. ഓക്കെ, ചോദിച്ചോളൂ. അതായത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് അറിയാനുള്ള താല്പര്യം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, സിനിമയെക്കുറിച്ച്, സിനിമയെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചോദ്യം ചോദിക്കാം. നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ നോക്കാമല്ലോ. അറിയുന്നതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മെഴുകും, അത്രേ ഉള്ളൂ നമ്മുടെ രീതിയിൽ. അതെ, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കിഴി നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ ഉൾപ്പെടുത്തും ചോദ്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ മത്സരം എന്താണ് പറയും മുത്തുമണിയെ? ഇന്നിപ്പം മത്സരം, ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് കിഴി മലയാളം കിട്ടുന്നവര് ജയിക്കും. ഓ, കൊള്ളാം കൊള്ളാം, പൊളിയല്ലേ? നല്ലൊരു സംഭവമാണ്. എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി. ഇപ്പൊ രണ്ടാമത്തെ കിഴി മലയാളം കരുത്, അതിനുശേഷം മലയാളത്തിൽ വന്നിട്ടില്ലെങ്കിൽ ആ രണ്ടാമത്തെ കിട്ടിയത് ആരാണോ അവര് വിജയിക്കും. ഓക്കെ, കൊള്ളാട്ടെ. ടൈല് എടുത്തോ. അപ്പൊ തീർന്നിക്കണ്. ലാസ്റ്റ് വരെ അതിനൊരു ലൈഫ് ഉണ്ട് സത്യം മത്സരത്തിന്. ഓക്കെ. ഹരിഹര വീരമല്ലു ഓ, സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. സിനിമ റിലീസ് ഡേറ്റ് തന്നെ ആയിരിക്കണം. ജൂലൈ 24 ആണെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പൊ ജൂലൈ 24 മുൻപായിട്ട് അടുത്ത ഡേറ്റ് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും. ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. കിഴി തുറക്കുന്നതിന് മുന്നേ ഇന്നലെ മുതൽ നീ ഒരു ചെറ്റത്തരം ചെയ്യുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ വന്നിട്ട് അത് കിഴിയിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ട്, ഇന്നലെ ആയിരുന്നേ എനിക്ക് എന്റെ ഏറ്റവും ആ ഒരു ഫോട്ടോന്റെ ഭയങ്കര പ്രധാനപ്പെട്ട ദിവസവും കൂടിയായിരുന്നു. അത് ഉൾപ്പെടുത്തിയില്ല. സച്ചി നമ്മളെ വിട്ടുപോയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷം. ഓക്കെ. എന്തായാലും ആളുടെ ഒരു ഫോട്ടോ ആള് വരച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഗംഭീരം. താങ്ക് യു. കിട്ടുന്ന വരെയായിരുന്നു. ഓക്കെ, അതെന്തായാലും ഇവിടെ കാണിക്കാം, ഇന്നലെ കിഴിയിൽ കാണിക്കാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഇന്നലെ ആയിരുന്നു ആ ദിവസം, ആള് മരിച്ച ദിവസമായിരുന്നു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കഴിവേറിയാ, ഒരു കഴിവേറിയാണ് ഇവൻ. ഇത്തിരി കൂടുതലാണോ? ഇത്തിരി കൂടുതലാണ്. ഓക്കെ. സ്ഥാനാർത്ഥി ശ്രീ കൂട്ടൻ. കുട്ടാ, എന്ത് പറ്റിയുടെ കുട്ടാ? മലയാളല്ലേ? ഓക്കെ, അത് ലാസ്റ്റ് അവസാനം കിട്ടണല്ലോ. ഓക്കെ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ OTT റിലീസ്, അതായത് നാളെ സംഭവിക്കും. സൈന പ്ലേയിലാണ് വരുന്നത്. ഓക്കെ, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ സിനിമ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. വിനോദ് വിശ്വനാഥാണ്, വിനേഷ് വിശ്വനാഥാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അജു വർഗീസ്, ഷൈജു കുറുപ്പ് ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ. അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? കൊള്ളാലോ. ഓക്കെ. അടുത്തത് കിങ്ഡം. ഓക്കെ. സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂലൈ 25 ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇതിന്റെ അനൗൺസ്മെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ളത് ഉടനെ തന്നെ വരും എന്നും കേൾക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് ശേഖർ കമുല, അതായത് കുബേരയുടെ ഡയറക്ടർ. ആള് നാനിയെ കണ്ടിട്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ക്രിപ്റ്റ് ലോക്കാക്കി എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ നാനിയുമായിട്ടായിരിക്കും നെക്സ്റ്റ് മൂവി. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഉടനടി എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അത് കൊള്ളാം. അടുത്തത് പറട്ടെ. ലവ് മാരേജ്. ഓക്കെ. സിനിമയാണോ? ലവ് മാരേജ് പിന്നെന്താ? എന്നിട്ട് ലവ് ചെയ്തിട്ടുണ്ടോ? ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്കറിയാന്നേ, നീ അവർക്ക് കൊടുക്കും. എന്ത് ലവ് ചെയ്തിട്ടുണ്ടോ? എത്ര എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ സമയം നിന്ന് ഏതാ? അതൊക്കെ ഉണ്ട്. എത്ര വർഷം വരെ? വർഷമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട്. 12 വരെ. 10 വർഷം വരെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി ലാസ്റ്റ്? എനിക്ക് ഒരു പാട്ടുണ്ടല്ലോ. അപ്പൊ ഈ ലവ് മാരേജിലേക്ക് എത്തുന്നതേ തീർച്ചയായും അത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ? ലവ് ചെയ്ത് ലാസ്റ്റ് ലവ് മാരേജിലേക്ക് വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഓക്കെ. ഞാൻ എന്തായിരുന്നു പറയാം. ലവ് മാരേജ് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 5 മണിക്ക് വരും. വിക്രം ബാബു നായകനാവുന്ന സിനിമയാണ്. പിന്നെന്തായിരുന്നു? ഡയറക്ടർ പ്രിയനാണ്. അതെങ്കിലും പറയാനുള്ള അല്ലേ? ആള് പ്രിയനാണ്. അതുകൊണ്ടാണ് ഒരു ലവ് മാരേജ് കൊള്ളാം, നൈസാണ്. അടുത്തത് കുബേര. എന്താ നീ ലവ് മാരേജ് ചെയ്തിട്ടുണ്ടോ? ലവ് മാരേജ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്ക് നൈസാണെന്ന് പറയാൻ പറ്റും? കാണാനൊക്കെ നല്ല രസമാണ്. കാണാൻ രസമാണ്.
അതല്ലേ ഇപ്പൊ നമുക്കറിയാൻ പറ്റുള്ളൂ. നീ കാണുന്ന സുന്ദരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് ലൈഫ് ആയിക്കോട്ടെ എല്ലാം മറ്റെന്തും ആയിക്കോട്ടെ, അത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം പ്രച്ഛന്ന വേഷമാണല്ലേ. എല്ലാം ചില വേഷങ്ങൾ മാത്രമാണ്. ഓക്കെ ഓക്കെ, കുബേര സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. എത്ര 181 മിനിറ്റ് ആണ് ഇതിന്റെ 3 മണിക്കൂറും 1 മിനിറ്റ് 1 മിനിറ്റും. എന്താണെങ്കിലും സിനിമയുടെ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. കൊള്ളാം. നാളെയാണ് സിനിമ. യാ പോസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പോസ്റ്റേഴ്സാണ്. കിടിലൻ പോസ്റ്റർ. അടുത്തത് മൈക്ക് ചാർജ് കഴിയാനായിട്ടുണ്ടായിരുന്നു. ഓഫായാവോ? അടുത്ത് ഓഫായോ അറിയില്ല. കുറച്ച് ഉറക്കം പറയും. അജിത്ത് ഇതല്ലേ ഓഫാകുകയാണെങ്കിൽ അറിയില്ല. അജിത്ത് വിനായക ഫിലിംസ്, അതായത് രണ്ടാമത്തെ പ്രൊഡക്ഷൻ. 12ാമത്തെ ഞാൻ ഒന്ന് പോയതാട്ടോ കയ്യിൽ നിന്ന്. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. വിഷ്ണു അരവിന്ദാണ് ഡയറക്ടർ. ഷറഫുദ്ദീൻ, ജഗദീഷ്, അസീസ്, പിന്നെ ആരായിരുന്നു നായികന്റെ പേര്? കല്യാണി പ്രിയദർശൻ അല്ല, വേറൊരു കല്യാണി പണിക്കർ. ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. അടുത്ത കിഴി സിതാരേ സമീൻ പർ. ആമിർ ഖാൻ നായകനാവുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് നാളെ. ഇതിൽ SRK കാമിയുണ്ടോ? ഒരു സംശയം. ഒരു പോസ്റ്റർ കണ്ടു കേട്ടോ. അതായത് എന്താന്നുള്ള ഒരു പിടുത്തമല്ല. നമുക്ക് നാളെ സിനിമ കാണുമ്പോൾ ഇവിടെ സിനിമ ഇല്ല. അടുത്തത് സൂര്യ 46 ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. 8ാമത്തെ ദിവസത്തിന്റെ. അടിപൊളി. അത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും അറിയുന്നല്ലേ. ഇതിപ്പോ എന്നാലും പറയണല്ലോ അല്ലേ. വെങ്കിയേറ്റ്ലൂരി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സൂര്യയാണ് പ്രധാന വേഷത്തിൽ. മമിത ബൈജു ആണ് നായികയായിട്ടെത്തുന്നത്. എലി പുന്നല് കണ്ടോല മമിത ബൈജു എന്ന് കണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചിരി. എന്താടാ ഇത് നമ്മുടെ ആളല്ലേ, അടിപൊളി നടിയാണ്. സൂര്യ എന്താ നമ്മുടെ ആളല്ലേ? മുത്താണ്, മുത്ത്. അടുത്തത് ബ്രഹ്മയുഗം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ബ്രഹ്മയുഗം സിനിമ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ വന്നത്. എന്നിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ കളറിൽ വന്നിരുന്നെങ്കിൽ നന്നായനെ, ഇതിനേക്കാൾ ബെറ്റർ ആയനെ എന്ന് അതായത് രാജീവ് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ. ആളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൾറെഡി ചെയ്തത് കത്തനാറ്, പിന്നെ ഇപ്പോൾ നമ്മുടെ രാജാസാബിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. അത് പ്രഭാസിൻ്റെ രാജാസാബ്. പിന്നെ മലയാളത്തിൽ തന്നെ അഖിൽ സത്യനും നിവിൻ പോളി ഒരുമിക്കുന്ന സിനിമ ഉണ്ട്. അതൊരു ഹൊറർ. ഹൊററല്ല, സോംബി അല്ലേ? അത് ഹൊററാണ്. അഖിൽ സത്യൻ ഹൊറർ, പിന്നെ രാജാസാബ് ഹൊറർ. ബ്രഹ്മയുഗത്തിനെ കുറിച്ച് സംസാരിച്ചു. ബ്രഹ്മയുഗം ഹൊറർ, കത്തനാറ് ഹൊറർ. ആ വൈബ് പിടിക്കുന്ന ആളാണ്. പക്ഷെ ആ അഭിപ്രായം നമുക്കില്ലതേ. കളറാണെങ്കിൽ അത്ര ഇതുവരെ ഞാൻ ഒരൊറ്റ മലയാളം എടുത്തിട്ടില്ല. ലാസ്റ്റ് കിഴിയ സ്ക്രിപ്റ്റ് പേട്രിയോട്ട്. എനിക്ക് കണ്ടോ? എത്ര മലയാളം എടുത്തായിരുന്നു നീ? 3 ഞാൻ എത്ര എടുത്തു? എനിക്ക് ഓർമ്മയില്ല. 2-3 കണ്ടെടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ഒറ്റ ഒരെണ്ണം മതി. അവസാന നിമിഷം തൂക്കെന്ന് പറഞ്ഞില്ലേ. എന്താണെങ്കിലും ഒരു വീഡിയോ, അതായത് ലാലേട്ടൻ ശ്രീലങ്കയിൽ കാലുകുത്തി ഒറ്റയാനെത്തി. പഠിച്ചോനെ പാട്ട് കണ്ടാ മതി, കേൾക്കണ്ടാന്ന്. ഓൻ്റെ പൊന്നെ. രാജകീയം. പ്രതികരണം മാത്രം വേണ്ടാന്ന്. എന്താ രസം. മുപ്പര് പിന്നെ താടി വളർത്താൻ തുടങ്ങി കേട്ടോ. ഇത് ഇതിനു വേണ്ടിയിട്ടാണോ അല്ലേ? അത് മതി. ആ ലുക്ക് ജയിലറിന് വേണ്ടിയിട്ടായിരിക്കും. വളരെ സുന്ദരമായിരിക്കുന്നു. നമുക്ക് തന്നെ വാങ്ങിയാലോ? എന്ത് ശ്രീലങ്കയോ? ശ്രീലങ്ക നമുക്ക് വാങ്ങുമ്പോഴേ തമിഴ് പുലികളെയും കിട്ടും. കുമാർ സംഘാകരണം കിട്ടുമോ? എടുത്തു വെച്ചോ. ഓക്കെ, തമിഴ് പുലികൾ കിട്ടും. തമിഴ് പുലികളെ ഇഷ്ടപ്പെടും. അങ്ങനെ സംഘാകരണം തരാ. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.